ബാറുകളുടെ സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ സമയപരിധി നീട്ടിയ നടപടിയിൽ മുന്നണിക്കുള്ളിൽ തന്നെ ഭിന്നതയുണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി നടപടിയെടുത്തത് ശരിയായില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നീക്കം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. വരുന്ന മുന്നണി യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും. MS വീണ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. വീണ, ബാറുകളുടെ സമയം 10 മുതൽ 12 വരെ ആക്കിയത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു തീരുമാനം വളരെ പെട്ടെന്നാണ് എടുത്തത്. ഫയൽ നീക്കം വളരെ പെട്ടെന്നായിരുന്നു. അത് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്തില്ല എന്നുള്ള വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇടതുമുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും. കാരണം സ്ത്രീ വോട്ടർമാർ അടക്കമുള്ളവർ ഇതിനെതിരെ തിരിയും എന്നൊക്കെയുള്ള വിമർശനങ്ങളും നേതാക്കളിൽ പലരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ എങ്ങനെ സമവായത്തിൽ എത്തിക്കാനാണ് ഇപ്പോൾ ഇടതുമുന്നണി നീക്കം നടത്തുന്നത്? രോഹിണി, വളരെ പെട്ടെന്നായിരുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വളരെ പെട്ടെന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരുന്നത്. ജനുവരി 29-ന് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ കൈമാറുന്നു. 31-ാം തീയതി ബാറുകളുടെ സമയപരിധി കൂട്ടി എന്നുള്ള ഉത്തരവ് ഇറക്കുന്നു. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമാണ്, അതും ശരവേഗത്തിൽ എടുത്തൊരു തീരുമാനം. അതിനെതിരെയാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലും ഒപ്പം തന്നെ CPIയിലും ഒക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ്. നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സർക്കാർ എപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വമാണ്, നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞങ്ങൾ കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്, ആശയവിനിമയങ്ങൾ നടത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച നടന്നില്ല, ഇടതുമുന്നണിയുടെ യോഗത്തിലും ചർച്ച നടന്നില്ല. അത് തന്നെയാണ് നേതാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉയരുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ബാറുകളുടെ സമയപരിധി കൂട്ടുമ്പോൾ സ്വാഭാവികമായും നാട്ടിലുണ്ടാകാൻ പോകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒന്ന് വാഹന അപകടങ്ങളാണ്. അതായത് എത്രയൊക്കെ നമ്മൾ പരിശോധന നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും നിരവധി വാഹന അപകടങ്ങൾ അല്ലാത്ത സമയങ്ങളിൽ പോലും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ബാറുകളുടെ സമയം കൂട്ടുമ്പോൾ അതിൻ്റെ അപകട സാധ്യത ഇനിയും വർദ്ധിക്കുവാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് പോലീസ് സേനയ്ക്കും തീർത്തും വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടി സമയങ്ങളിലും ഈ പരിശോധനാ സമയങ്ങളുമൊക്കെ കൂട്ടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സേനയിലടക്കം ചില തരത്തിലുള്ള സമയക്രമങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആശയവിനിമയങ്ങളോ ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നില്ല എന്ന് കൂടി നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബാർ ഉടമകൾ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. പക്ഷേ ഇത് യാതൊരു ചർച്ചയുമില്ലാതെ നടത്തുമ്പോൾ അത് സ്ത്രീ വോട്ടർമാരിൽ നിന്ന് സർക്കാർ കൂടുതൽ അകലുവാനുള്ളൊരു സാഹചര്യമുണ്ടാകും. സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുമുന്നണിയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്, നിരവധി പാർട്ടി പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഇതിൽ വിയോജിപ്പുകൾ അറിയിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഇപ്പോൾ വേണമായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായോ എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി, സംശയങ്ങൾ കൂടി വിലപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകില്ലേ? സ്ത്രീകൾ വലിയ തരത്തിൽ ഈ തീരുമാനത്തിനെതിരെയാണ്. അപ്പോൾ സർക്കാരിനെതിരെയുള്ളൊരു വികാരം വീണ്ടും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. CPIയും ഇതേ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം എടുത്തു ചാടിയുള്ള ഒരു തീരുമാനമായിപ്പോയി, അത് കുറച്ചുകൂടി ആലോചിച്ച് കൈകാര്യം ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇത്തരമൊരു തീരുമാനമായി പോകുമ്പോൾ സാമ്പത്തികപരമായി പാർട്ടിക്ക് എന്തെങ്കിലും ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ, അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം ബാർ ഉടമകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ കൂടി ബലപ്പെടുന്നു. അതിനുള്ള കാരണം, വർഷങ്ങളായി ബാർ ഉടമകൾ സർക്കാരിനോട് ഉന്നയിക്കുന്ന ആവശ്യമാണ്. അത് കുറേ കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, നീണ്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മുഖ്യമന്ത്രി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം നടപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭിന്നാഭിപ്രായങ്ങളും പടലപ്പിണക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. അത് എങ്ങനെയൊക്കെ ആയിരിക്കും പാർട്ടിയിൽ പ്രതിഫലിക്കുക, തിരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. രോഹിണി, ശരി, വീണയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ബാറുകളുടെ സമയം കൂട്ടിയത് വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നു. കാരണം മണിക്കൂറുകൾ കൊണ്ട് ഇത് 29-ന് മുഖ്യമന്ത്രി ഫയൽ വെളുപ്പിക്കുന്നു, 31-ന് വിജ്ഞാപനം ഇറക്കും. അതെ, തിരക്കിട്ട് നീക്കം. പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായാലും മുന്നണിയിൽ ഇത് അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ടല്ലേ?